സ്വാഗതം പവർ പ്ലേയിലേക്ക്. ഛത്തീസ്ഗഡിൽ CC സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന സന്യാസി സഭയിലെ രണ്ട് കന്യാസ്ത്രീകൾ പ്രിയ മേരിയും വന്ദന ഫ്രാൻസിസും ഇവർ രണ്ടുപേരും അറസ്റ്റിലായിട്ട് ഇന്ന് 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവർക്കുമേൽ ചുമത്തിയിരിക്കുന്ന മനുഷ്യക്കടത്തും മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നുള്ള കുറ്റവുമാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഈ അറസ്റ്റിനെതിരെ ഉണ്ടായിരിക്കുന്നു. വളരെ ദീർഘകാലമായി പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ സന്യാസി സഭയിലെ അംഗങ്ങൾക്കെതിരെ അവർ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ചിട്ടാണ് കേസെടുത്തിരിക്കുന്നത്, അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ആക്ഷേപമുണ്ടായിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായ സംഭവവികാസങ്ങൾ, ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു, അസഭ്യം പറയുന്നു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ, ആദിവാസി കൂടിയായ ഒരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ ബജ്രംഗ് ദൾ സംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജ്യോതി ശർമ്മ എന്ന് പറയുന്ന നേതാവ്, അവർ വീണ്ടും പ്രകോപനപരമായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഇത് ഉന്നയിക്കപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള MP-മാർ ആഭ്യന്തരമന്ത്രിയെ കണ്ടു. കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഛത്തീസ്ഗഡിൽ പോയി അറസ്റ്റിലായ കന്യാസ്ത്രീകളെ കണ്ടു, അവരോട് സംസാരിച്ചു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കേസ് NIA കോടതിയുടെ പരിഗണനയിലാണുള്ളത്. മനുഷ്യക്കടത്ത് എന്ന കുറ്റം ആരോപിക്കപ്പെട്ടതുകൊണ്ട് തന്നെ 2019 NIA നിയമത്തിൽ വരുത്തിയ ഭേദഗതി പ്രകാരം മനുഷ്യക്കടത്ത് എന്നുള്ളത് NIA നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് ഈ കേസ് ഒരുപക്ഷെ NIA കൈകാര്യം ചെയ്യേണ്ടി വരും. ഇതാണ് അവസ്ഥ. ഇതിനെ ചൊല്ലിയുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ, രാഷ്ട്രീയ തർക്കങ്ങൾ കേരളത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. സംഭവം വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത് കേരള രാഷ്ട്രീയത്തിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്നുള്ള ചർച്ചകളും ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ കൂടെ നിർത്താൻ BJP വലിയ ശ്രമം കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈസ്റ്ററിനും ക്രിസ്മസിനുമൊക്കെ സ്നേഹ വിരുന്നുകൾക്ക് അവർ പോകുന്നത്, കേക്കുമായി പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഡൽഹിയിൽ ക്രൈസ്തവ സഭാവിശ്വാസികളുടെ വിരുന്നിൽ പങ്കെടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ കൂടെ നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്നു. ഈ ശ്രമങ്ങൾ തുടരുന്നുകൊണ്ടായിരിക്കണം കേരളത്തിലെ BJP നേതാക്കൾ വലിയ തോതിൽ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിക്ക് പോകുന്നു, BJPയുടെ കേന്ദ്ര നേതാക്കളെ കാണുന്നു. കേരളത്തിൽ നിന്ന് BJPയുടെ മറ്റൊരു നേതാവ് അനൂപ് ആൻ്റണി, അദ്ദേഹം ഛത്തീസ്ഗഡിൽ പോകുന്നു, അവിടുത്തെ മുഖ്യമന്ത്രിയെ കാണുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ UDFൻ്റെയും LDFൻ്റെയും നേതാക്കൾ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേക്കുറിച്ചാണ് പവർ പ്ലേ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകരായ MP പ്രശാന്തും MP ബഷീറുമാണ്. ഈ സംഭവത്തിൻ്റെ ന്യായാന്യായങ്ങളോ അതിൻ്റെ അന്യായത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ സംസാരിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തീയ വിഭാഗത്തിനെതിരായ ആക്രമണം എന്ന് പറയുന്നത് അത് ആദ്യമായിട്ട് നടക്കുന്നൊന്നുമില്ല. കുറേ കാലങ്ങളായിട്ട്, കുറേ ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം മാത്രം 2024 മാത്രം 834 ആക്രമണങ്ങൾ നടന്നു എന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറയുന്നത്. ഇത് പക്ഷേ കേരളത്തിൽ സവിശേഷമായ ചില രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിടുന്നുണ്ട്. പ്രത്യേകിച്ച് BJP അവർ ഈ ക്രിസ്തീയ സഭ വിശ്വാസികളിലേക്ക് കടന്നു കയറാനോ അല്ലെങ്കിൽ അവരിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനോ ശ്രമിക്കുന്നു. അത് ഗുണം ചെയ്യുന്നുണ്ട് എന്ന് അവർ തന്നെ വിലയിരുത്തുന്നു. അതിൻ്റെ ഫലം അവർക്ക് തൃശ്ശൂരിൽ കിട്ടി എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ ശ്രമങ്ങളെ തടയിടുമോ ഇപ്പോൾ നടന്ന ഈ സംഭവങ്ങൾ? അല്ല, ഈ പ്രശ്നത്തിൽ BJP അകപ്പെട്ട ഒരു പ്രതിസന്ധി ഇന്ന് ജോർജ് കുര്യൻ്റെ സംഭാഷണത്തിൽ കാണുന്നുണ്ട്. അപ്പം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് ഉത്തരവുണ്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹം ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകർ അവരുടെ ചാനൽ ഏതാണ് എന്നൊക്കെ ചോദിച്ച് വളരെ 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 പരിതാപകരമായ ഒരവസ്ഥയിലായിരുന്നു വലിയ മുതിർന്ന നേതാവായ ജോർജ് കുര്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ BJPയുടെ നിലപാടിലുള്ള ഒരു വലിയൊരു പ്രശ്നം, ഒരു വൈരുദ്ധ്യമാണ് കാണുന്നത്. കാരണം ഇവിടെ BJPക്ക് ക്രിസ്തീയ സഭകളുമായിട്ടുള്ള ബന്ധം അത് വളർത്താൻ വേണ്ടി വളരെ കാലമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരു പ്രശ്നവും ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല പുറത്ത് ഉള്ളത് എന്നുള്ളതാണ്.
അപ്പോൾ ഛത്തീസ്ഗഡിലോ ജാർഖണ്ഡിലോ ഉള്ള ഒരു പ്രശ്നം അവിടുത്തെ BJPയോ അവിടുത്തെ കോൺഗ്രസ്സോ എങ്ങനെയാണ് കാണുന്നത് എന്നും അത് ഇവിടുത്തെ കോൺഗ്രസ്സും ഇവിടുത്തെ BJP എങ്ങനെ കാണുന്നത് എന്നും വളരെ താരതമ്യം ചെയ്ത് നോക്കിയാൽ വളരെ രസകരമായിട്ടുള്ളൊരവസ്ഥ കാണാം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ പറയുന്നു ആ കന്യാസ്ത്രീകൾ അവർ കുറ്റം ചെയ്തിട്ടില്ല. അതേസമയം തന്നെ കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നു, ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അങ്ങനെ മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിയമസഹായം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് BJP അല്ലെങ്കിൽ സംഘപരിവാർ അകപ്പെട്ട ഒരു ഗുരുതരമായ ഒരു പ്രതിസന്ധി, ഒരു വൈരുദ്ധ്യത്തെയാണ് ഇത് തുറന്നു കാട്ടുന്നത്. ഇപ്പം സംഘപരിവാറിനെ സംബന്ധിച്ചുള്ള അറിയാവുന്ന ഒരു കാര്യം, അവരുടെയൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നത് ഈ ഒരു 3 എമ്മുകൾ എന്ന് പറയാമല്ലോ നമ്മൾ, മാർക്സിസ്റ്റ്, അത് മാവോയിസ്റ്റ് എന്ന് ഇപ്പം പറയുന്നുണ്ട്, മിഷണറി, പിന്നെ മദ്രസ അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓരോ സംസ്ഥാനത്തും അതിൻ്റെ ഈ പെർമ്യൂട്ടേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ മുസ്ലിങ്ങളെക്കെതിരെ ക്രിസ്ത്യാനികളെ കൂടെ നിർത്തുകയാണെങ്കിൽ ഛത്തീസ്ഗഡിലോ അത് മറ്റു പ്രദേശങ്ങളിലോ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണത്തിലൂടെ മതപരിവർത്തനം തടയുക എന്നതിലൂടെ ഒരു ഹിന്ദു വോട്ട് ബാങ്കാണ് അവർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം ഇവിടെ കാണാവുന്നതാണ്. അപ്പം കേരളത്തിൽ ഇപ്പോൾ കേക്ക് ഡിപ്ലോമസി എന്ന് പറഞ്ഞൊരു സാധനം ഇന്ന് അത് ആ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ പിതാക്കന്മാർ ആക്രമിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി മുതൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോഴും സംഘപരിവാറിനെ പൂർണ്ണമായി തള്ളിക്കളയാവുന്ന ഒരു നിലപാടിലേക്ക് ക്രിസ്തീയ സഭകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ഇമ്മീഡിയറ്റായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഈ സംഘപരിവാറിൻ്റെ അടിസ്ഥാനപരമായ ഐഡിയോളജിയോടോ അടിസ്ഥാനപരമായി മതന്യൂനപക്ഷങ്ങളോടുള്ള അവരുടെ സമീപനത്തോടോ ഏതെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഒരു സഭയും ഒരു വ്യക്തികൾ പറയുന്നുണ്ടാവാം. സഭ അക്കാര്യത്തിൽ പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഇത് ഈ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സംഭവത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണുകയും ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡിപ്ലോമസി തുടരാം എന്നുള്ള രീതിയിലാണ് പൊതുവേ ഇത് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് അനുസരിച്ചിരിക്കും കേരളത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഒരൊറ്റ സംഭവം കൊണ്ട് ഈ ഉണ്ടാക്കിയെടുത്തതെല്ലാം പൊളിഞ്ഞു പോയി എന്ന് ഞാൻ കരുതില്ല. മറിച്ച് ഇത് ഒരു ട്രിഗറിങ് പോയിൻ്റാണ്. അത് ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ കൈകാര്യം ചെയ്ത്, എങ്ങനെയാണ് BJP നേതൃത്വം അത് കൈകാര്യം ചെയ്യുന്നത്, ഇത് വളരെ എളുപ്പമായ കാര്യമല്ല. കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റ് വന്നപ്പോൾ തന്നെ അതിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. കാരണം BJPയുടെ കോർ ഐഡിയോളജി പിന്തുടരുന്ന ആളല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി എന്ന് അദ്ദേഹം BJP പ്രസിഡൻ്റ് ആയപ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ്. അദ്ദേഹം വികസനം അല്ല കേരളത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ BJPയുടെ കോർ ഐഡിയോളജി എന്നുള്ളത് ഈ ഒരു കാര്യമാണ്, ഈ ഒരു നെറേറ്റീവാണ്. ഈ നമ്മുടെ രാജ്യത്തിന് ഭീഷണി, ഈ രാജ്യത്തിൻ്റെ ഇപ്പോൾ ഈ ഇഷ്യൂ തന്നെ അവർ വളരെ കോംപ്ലിക്കേറ്റഡ് ആവാൻ നോക്കുന്നത്, ഈ കുട്ടികൾ വരുന്നത് മാവോയിസ്റ്റ് പ്രദേശങ്ങൾ അബൂജ്മാടിൽ നിന്ന് വരുന്നു. അപ്പോൾ അതിനെ ഒരു ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഇഷ്യൂവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് NIA കോടതിയിൽ എത്തിച്ചുകൊണ്ട് ഇത് കേവലമായിട്ടുള്ള ഒരു മതപരിവർത്തനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതിന് പിന്നെ വലിയ ഗൂഢാലോചനയുണ്ട്, അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് എന്നുള്ള പഴയ നറേറ്റീവ് അത് കൊണ്ടുവരികാനാണ് അവർ ശ്രമിക്കുന്നത്. അതായത് BJPയുടെ കോർ ഐഡിയോളജി പിന്തുടരുന്നവർ ശ്രമിക്കുന്നത്. എന്നാൽ BJPയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഐഡിയോളജിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ പെരിഫറിയിലുള്ള ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആരാണ് വിജയിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ കേസിൽ മോഡി ഇപ്പോൾ ഇടപെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു, അമിത്ഷായെ പോയി കണ്ടിട്ട്, എങ്ങനെയാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നതിനനുസരിച്ചിരിക്കും കേരളത്തിൽ എങ്ങനെയാണ് എന്ന് പ്രതിഫലിക്കാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. ബഷീർ, ഈ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇപ്പോൾ കേസ് വിഡ്രോ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം ഹ്യൂമൻ ട്രാഫിക്കും മതപരിവർത്തനം തടയുന്ന നിയമപ്രകാരവുമാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇതങ്ങ് വെറുതെ പോയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതൊരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ സംസ്ഥാന മുഖ്യമന്ത്രിയോ ഇടപെട്ടാൽ പോലും ഈ കേസ് പിൻവലിക്കാൻ സാധിക്കില്ല. ദാറ്റ് മീൻസ് ആ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. പിന്നുള്ളത് ജാമ്യം അനുവദിച്ച് അവരെ തൽക്കാലത്തേക്ക് പുറത്തിറക്കുക എന്നുള്ളതാണ്. അതുമാത്രമേ ഇപ്പോൾ ഒരു പോസിബിൾ സൊല്യൂഷൻ. അപ്പോഴും കേസ് അവിടെ നിൽക്കും. ഈ
എന്നെ അന്വേഷിക്കുന്നൊരു കേസായിട്ട് അതിൽ പ്രതികളായിട്ട് ഈ 2 സിസ്റ്റർമാരും അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ഈ പറയുന്ന വിധത്തിൽ ഇപ്പോൾ പ്രശാന്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഇതൊരു ഒറ്റപ്പെട്ട പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഡയലോഗ് ആവാം എന്ന മട്ടിൽ സഭാ നേതൃത്വം എടുക്കുന്നൊരു നിലപാട് അത് അത്ര എളുപ്പത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഈ മോഡിയുടെ കാലത്ത് പുതുതായി രൂപീകരിക്കപ്പെട്ട മതപരിവർത്തന നിയമങ്ങൾ, അതുപോലെ ലവ് ജിഹാദ് നിയമങ്ങൾ എന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായ നിയമങ്ങൾ, NIA നിയമങ്ങളിൽ വരുത്തിയ ഭേദഗതി, ഇതെല്ലാം മുസ്ലിം സമൂഹത്തെ മാത്രമാണ് ലക്ഷ്യമിടുന്നത്, മുസ്ലിം സമൂഹം മാത്രമായിരിക്കും അതിൻ്റെ ഇരകളായി തീരുക എന്നൊരു ധാരണ പൊതുവായി ഉണ്ടായിരുന്നു. എന്നാൽ ജനറലി ന്യൂനപക്ഷങ്ങൾക്കെതിരെ, ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെയും പ്രയോഗിക്കാവുന്ന തരത്തിലാണ് ഈ നിയമങ്ങൾ വന്നിരിക്കുന്നത്. പ്രധാനമായും മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ക്ലോസസ് ലവ് ജിഹാദിൻ്റെ പശ്ചാത്തലം മാറ്റിവെച്ചാൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെയാണ് കൂടുതൽ ഉപയോഗിക്കപ്പെടുക എന്ന് അത് ആ നിയമങ്ങൾ വരുന്ന ഘട്ടത്തിൽ തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അത് വെളിവാക്കുന്ന വിധത്തിലാണ് ഈ സംഭവങ്ങളുണ്ടായത്. 2 തരത്തിൽ. ഒന്നത് BJP കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ BJPയുടെ ഒരു ക്രൈസ്തവ അനുകൂല നിലപാടിനെയും അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ള ഉദ്യമങ്ങളെയും, അതേസമയം ക്രൈസ്തവ സഭകളുടെ BJPയുമായി പാച്ചപ്പ് ചെയ്യാനോ അതല്ലെങ്കിൽ BJPയുമായി ഒരു രമ്യതയിലെത്തിപ്പോകാനോ ഉള്ള ശ്രമങ്ങളെയും രണ്ടിനെയും എക്സ്പോസ് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ സംഭവം. കേസ് പിൻവലിക്കുക എന്നത് സ്വാഭാവികമായും സാധ്യമല്ല. ജാമ്യം ലഭിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഈ സംഭവവും ഈ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരാനുള്ള സാധ്യതകളും ആ ഭീഷണിയുമെല്ലാം അവിടെ നിലനിൽക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആയതുകൊണ്ട് സ്വാഭാവികമായും ഈ പ്രശ്നത്തിൽ നിന്ന് എളുപ്പത്തിൽ ടെക്നിക്കലി തലയൂരാൻ പറ്റുമെങ്കിലും കേന്ദ്രത്തിലെ ഇത്തരം നിയമങ്ങൾ അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ സമീപനങ്ങൾ പൊതുവായി ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്നതാകും എന്ന പ്രചാരണത്തിന് ആക്കം കൂട്ടാൻ ഇത് കാരണമാകും. പ്രശാന്ത് സൂചിപ്പിച്ച വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കേരളത്തിലൊരു സാഹചര്യവും നോർത്ത് ഇന്ത്യൻ സാഹചര്യവും ഇതിൻ്റെ ഒരു രണ്ടും രണ്ടാണ് എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചല്ലോ. BJPക്ക് കേരളത്തിലൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ചുകൊണ്ട് ജാർഖണ്ഡിലൊരു കേസിൽ ഒരു പൊസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. കേരളത്തിലെ BJPയുടെ അവസ്ഥ യഥാർത്ഥത്തിൽ അവരുടെ സമീപനം തന്നെ, ക്രൈസ്തവ സഭയോടുള്ള സമീപനം തന്നെ താൽക്കാലികവും പ്രാദേശികവുമാണ്. ഇവിടത്തേക്ക് വേണ്ടി മാത്രമുള്ളവും ഈ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വിൻ വരെയോ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ്. അത് അവരുടെ ദേശീയ തലത്തിലുള്ള സംഘപരിവാറിൻ്റെ നയത്തെ മാറ്റിക്കളയും എന്നോ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തെ മാറ്റിക്കളയും എന്നോ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ആഭ്യന്തര ശത്രുക്കളാണ് എന്ന RSSൻ്റെ പ്രഖ്യാപിതമായ നയത്തെ മാറ്റിക്കളയുമെന്നോ വിശ്വസിക്കാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ അധികാരം കയ്യിൽ വന്നതിന് ശേഷമുണ്ടായ നിയമനിർമ്മാണങ്ങളിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ ഒന്നാകെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഈ നിയമങ്ങൾ എന്ന വിമർശനത്തിന് ആക്കം കൂട്ടുന്നതാണ് ഈ സംഭവം. അതുകൊണ്ട് കേരളത്തിലെ BJP ഒരു അങ്ങനെ എളുപ്പത്തിൽ ഊരിയെടുക്കാൻ പറ്റാത്തൊരു പ്രതിസന്ധിയിലാണ് പെട്ടിരിക്കുന്നത്. അത് മറ്റ് രണ്ട് റൈവൽ മുന്നണികളുടെ ഭാഗത്തു നിന്നും പാർലമെൻറ്റിനകത്തും പുറത്തും ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിലും അതിന് BJP എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ തടയിടാൻ എളുപ്പത്തിൽ BJPക്ക് കഴിയില്ല. ക്രൈസ്തവ സഭകളുടെ ഭാഗത്തും ഇനി നമ്മളുടെ കാര്യം നോക്കി മാറി നിൽക്കാം എന്ന ഒരു നിലപാടെടുക്കാൻ പ്രത്യേകിച്ചും സഭകൾ, ഔപചാരികമായി സഭകൾ പ്രത്യേകിച്ചൊന്നും ഇക്കാര്യത്തിലൊന്നും ഒരു തീർപ്പ് പറയാതെ അധികാരത്തിൽ നിന്നുള്ള അകലം കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം മാത്രമാണ് സഭകൾ പുലർത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും ഇത്തരം നിയമങ്ങളോട്, ദേശീയ നയങ്ങളോടൊക്കെയുള്ള സഭകളുടെ അഭിപ്രായം ഇനി പറയേണ്ടി വരും എന്നൊരു സാഹചര്യം ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ സഭകൾ ഇങ്ങനൊരു അഭിപ്രായം പറയേണ്ടി വരും എന്ന് വിചാരിക്കാം. BJPയെ സംബന്ധിച്ച് BJP കുറേ സമയമെടുത്തിട്ടാണ് ഈ ഒരു റീച്ച് ഔട്ട് പ്ലാൻ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടക്കുന്നത്, കുറേയൊക്കെ അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ വിജയത്തിൽ ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഒരു ഷിഫ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ അതിലേക്ക് അവർ എത്തുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഹിന്ദുത്വ ഫ്രിഞ്ച് ഗ്രൂപ്പ് എന്നത് മട്ടിൽ പ്രവർത്തിക്കുന്ന കാസ പോലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നു. അവർ വലിയ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇതിനൊക്കെ പെട്ടെന്നൊരു തടയിടാൻ പാകത്തിലേക്ക് ആവുമോ ഇത്? അത് മാത്രമല്ല, ഈ സഭാ നേതൃത്വം BJPയുടെ ഒരു റീച്ച് ഔട്ട് കൊണ്ട് മാത്രമാണ് അതിന് വിധേയപ്പെട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? പല കാരണങ്ങളാൽ. ഇപ്പം ED, ആദായനികുതി വകുപ്പ്, ഇത്തരം സംഗതികളൊക്കെ പല ഘട്ടങ്ങളിൽ പല കേസുകളിൽ വേണമെങ്കിൽ ഇൻവോൾവ് ചെയ്യാൻ പാകത്തിലുണ്ടായിട്ടും ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നത്, ഇതൊക്കെ ഒരു ഘടകമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ BJPയുടെ പ്ലാൻ പൊളിഞ്ഞു പോകുമെന്ന് വിചാരിക്കാമോ? അല്ല, ഇപ്പോൾ ഈ കേന്ദ്രം കൊണ്ടുവന്ന നിയമങ്ങളോട്, ഈ ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങളോട് ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് സഭകൾ പ്രതികരിച്ചത് എന്ന് നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഭീഷണി എത്രമാത്രം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അത് അവർ മനസ്സിലാക്കുന്നത് അത് ഒരു മുസ്ലിങ്ങൾക്കെതിരെയുള്ള നീക്കം എന്ന രീതിയിൽ തികഞ്ഞ ഒരു അലസതയോടുകൂടി അല്ലെങ്കിൽ നിസ്സംഗതയോട് കൂടിയിട്ടായിരുന്നു അത് അവരെ നോക്കിക്കണ്ടിരുന്നത്. അത് സ്റ്റാൻ സ്വാമി കൊല്ലപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ മണിപ്പൂരിൽ വലിയ രീതിയിൽ കലാപം നടന്ന സമയത്ത്. അല്ല, ഇവിടെ അത് ഞാൻ നേരത്തെ ഇതിൻ്റെ കൂടെ പറയണമെന്ന് വെച്ചാൽ, ഇപ്പം മണിപ്പൂരിൽ ഈ സംഭവമൊക്കെ നടന്നതിൻ്റെ തൊട്ട് പിറകെയാണ് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെയാണ് ക്രിസ്ത്യൻ വോട്ട് കൂടെ മേടിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നൊരു BJP MP ഉണ്ടാകുന്നത്. ആ സാഹചര്യം അവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മറ്റേതൊക്കെ നോർത്ത് ഇന്ത്യയിൽ നടന്ന സംഭവങ്ങളാണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ തന്നെ ഒതുങ്ങുന്ന സംഭവങ്ങളാണെങ്കിലും ഇതിൽ ഉൾപ്പെട്ടത് 2 കേരളീയരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ആ അറസ്റ്റ് ചെയ്ത 2 കന്യാസ്ത്രീകൾ ഉത്തരേന്ത്യക്കാർ തന്നെ ആയിരുന്നെങ്കിൽ ഒരു ചർച്ച ഇവിടെ നടക്കില്ലായിരുന്നു, ഒരു പ്രതിഷേധം പോലും ഉണ്ടാവില്ല. കാരണം നമ്മൾ മുമ്പ് കണ്ടതാണ്. അപ്പോൾ ഈ സ്റ്റാൻ സ്വാമിയുടെ കേസ് വളരെ ഒരു ക്ലാസിക് കേസാണ്. അത് ഫാബ്രിക്കേറ്റഡ് കേസാണ് എന്നുള്ളത് നമുക്കറിയുന്നത്. രണ്ടാമത്, അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത്? തടവറയിൽ കിടന്ന് ഒരു പാർക്കിൻസൺസ് ഡിസീസ് പോലുള്ള രോഗമുള്ള സ്ട്രോ പോലും കിട്ടാതെ അപ്പോൾ ആ സമയത്ത് പോലും അതിനെതിരെ വേണ്ട രീതിയിൽ പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കാരണം അദ്ദേഹം മലയാളിയല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതിപ്പോൾ ഇത്രയും മാത്രം ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായത്, രൂക്ഷമായിട്ട് പിതാക്കന്മാരൊക്കെ പ്രതികരിക്കുന്നത്, അത് കേരളീയ 2 മലയാളികൾ അതിൽ ഉൾപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ BJPയുടെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോടുള്ള അല്ലെങ്കിൽ പൊതുവേ ന്യൂനപക്ഷങ്ങളോടുള്ള നിലപാടിൽ എന്തെങ്കിലും പ്രതിഷേധം മാറ്റം വന്നതുകൊണ്ടല്ല. ഇത് ഇമ്മീഡിയറ്റായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഞങ്ങളിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സഭാ നേതൃത്വത്തെ സംബന്ധിച്ചോളം ഈ ഒരു നേരത്തെ ബഷീർ പറഞ്ഞ പോലുള്ളൊരു ത്രെറ്റ് ഞങ്ങളുടെ മുന്നിലുണ്ട്. ഇപ്പോൾ NIA നിയമത്തിലുള്ള അല്ലെങ്കിൽ മതപരിവർത്തന നിയമം എന്നത് കൊണ്ടുവരുന്നത് ആദ്യമായിട്ട് ബാധിക്കുക ക്രിസ്ത്യൻ സമുദായത്തെയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് പോലും പ്രതികരിക്കാതിരുന്ന ആ നേതൃത്വം ഇപ്പോൾ പെട്ടെന്ന് പ്രതികരിച്ചതിനുള്ള ഒരേ ഒരു കാരണം ഇത് കേരളത്തിൻ്റെ ഉള്ള 2 പേര് ഉൾപ്പെട്ടു എന്നത് മാത്രമാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇപ്പോൾ ആസാമിൽ നടക്കുന്ന ബുൾഡോസർ, അല്ലെങ്കിൽ അവിടുത്തെ ഈ ബീഹാറിൽ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്യുന്ന അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമായ വിഷയങ്ങളാണ്. ഒരുപക്ഷെ ഇത് ഞാൻ ഗൗരവം കുറച്ച് കാണുകയല്ല, മറിച്ച് അതിഭീകരമായ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ മണിപ്പൂരിൽ നടക്കുമ്പോൾ പോലും അതിനോട് വളരെ നിസ്സംഗമായിട്ട് ഉള്ള ഒരു നിലപാട് സ്വീകരിച്ച സഭാ നേതൃത്വം ഇപ്പോൾ പ്രതികരിക്കുന്നത് അത് BJPയോടുള്ള അതിശക്തമായ വിയോജിപ്പാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്നുള്ളത് അവർ ഒന്നുകിൽ ഉൾക്കൊണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്നുള്ള ഒരു നിലപാടുണ്ടായി. നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച പോലെ ഈ സംഭവം ഒന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു റീച്ച് ഔട്ട് പ്ലാനുമായിട്ടൊക്കെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ BJP ഭരണത്തിലുള്ള കാലത്തോളം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. BJP ഭരണത്തിലുള്ള കാലത്തോളം അതുമായിട്ട് സമരസപ്പെട്ടു പോകാനുള്ള ഇതിനെ ഒരു സൈഡിലേക്ക് ഇത് പ്രശ്നങ്ങളൊക്കെ തീർത്തുകൊണ്ട് ഈ കേസ് പിൻവലിക്കുക എന്ന സാങ്കേതിക പ്രശ്നമാണ്. അപ്പോൾ അവർ വിചാരിച്ചാൽ ഇത് കിട്ടും. എങ്ങനെ അത് ഏത് രീതിയിൽ മാറ്റാനുള്ള ഇപ്പം നമുക്കറിയാം എങ്ങനെയാണ് മറ്റേ NDA ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ആർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് അവിടെ നോമിനലി കേസ് അവിടെ ഉണ്ടാവും എന്നല്ലാതെ ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞാൽ കേസ് ഒന്നുമില്ലാതാവും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ഒരു മോദിയുടെ ഇടപെടലുണ്ടാവുകയാണെങ്കിൽ
ഒരുപക്ഷെ മോദിയെ അനുമോദിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാവാൻ സാധ്യത. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടു, ഇതുവരെ മോദി ഒന്നും പറയാതിരുന്നതിന് ഇതിനു വേണ്ടിയായിരിക്കാം. ഒരുപക്ഷെ മോദി പറയുകയാണ് അത് ഈ പറഞ്ഞ രീതിയിൽ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നടന്ന അറസ്റ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് മോദി ഒരു ന്യൂനപക്ഷ രക്ഷകനായിട്ട് അവതരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബന്ധം പഴയതുപോലെ തന്നെ തുടരും, ഊഷ്മളമായി തുടരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ രൂക്ഷമായ പ്രതികരണങ്ങൾ BJP-യിൽ ഉണ്ടാക്കിയുള്ള ആശയക്കുഴപ്പം, അത് കേരളത്തിലുണ്ടായ ഒരു ആശയക്കുഴപ്പം മാത്രമാണ്. കാരണം അത് അങ്ങനെയാണെങ്കിൽ പോലും അവിടെ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് വരില്ലേ? അതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ലേ? അല്ല, ഈ ട്രസ്റ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ട്രസ്റ്റ് ചെയ്യുന്നതെന്നുള്ള പ്രശ്നമുണ്ടല്ലോ. എന്ത് ബേസിലാണ് നിങ്ങൾ ഈ ഒരു സംഘടനയെ, സംഘപരിവാറിനെ ട്രസ്റ്റ് ചെയ്യുന്നത്? അവിടെ ട്രസ്റ്റ് അല്ല ഉള്ളത്, മ്യൂച്വൽ എന്താ പറയുക, ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ അവർക്കറിയാം ക്രിസ്ത്യൻ വോട്ട് കാലാകാലമായിട്ട് ഇങ്ങനെ നിൽക്കില്ല എന്നറിയാം. മറിച്ച് സഭകൾക്കറിയാം BJP ഞങ്ങളോട് പറയുന്നത്, ഞങ്ങളെ കൺസിഡർ ചെയ്യുന്നത് പ്രത്യേക പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ്. അപ്പം അതുകൊണ്ട് ട്രസ്റ്റ് പണ്ടേ ഇല്ല. പക്ഷേ ഇതിനെ നമ്മൾ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസി എന്ന് പറയും. തൽക്കാലത്തുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലാതെ ഇത് കലാകാലമായി ഇങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോകണമെന്നോ ആർക്കും താല്പര്യമില്ല. അപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം, കേരളത്തിൽ തന്നെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ. നേരത്തെ പറഞ്ഞല്ലോ, ഒളവണ്ണയിൽ 2 കന്യാസ്ത്രീകൾ മിഷണറീസ് ഓഫ് ചാരിറ്റിയാണ്, അതിനൊരു ആക്രമണം നടന്ന സ്ഥലമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അല്ലാതെ ഇപ്പോൾ BJP കാണുന്ന പോലെ ഒരു കേക്ക് ഡിപ്ലോമസിയുടെയോ അല്ലെങ്കിൽ ഈ ക്രിസ്മസ് വിരുന്നിൻ്റെയോ ഒരു പശ്ചാത്തലം മാത്രമല്ല കേരളത്തിലുള്ളത്. ഈ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കേക്ക് ഡിപ്ലോമസിയിലേക്ക് വരുന്നത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള മാറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എന്നുള്ളത് മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെയോ മ്യൂച്വൽ ട്രസ്റ്റിൻ്റെയോ അല്ല, മറിച്ച് ഒരു ഭരണകൂടം നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴത്തെ ഒരു വോട്ട് ബാങ്കും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇക്വേഷൻ മാത്രമാണ്. അതുകൊണ്ട് ഈ ട്രസ്റ്റ് ഡെഫിസിറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ BJP-യോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഈ ഗ്രൂപ്പുകളുണ്ടല്ലോ, ഇപ്പോൾ കാസ പോലുള്ള ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ തന്നെ ഏതാണ്ട് പ്രത്യക്ഷമായ BJP രാഷ്ട്രീയം സംസാരിക്കുന്ന വ്യക്തികൾ, ഇവരൊക്കെ പറയുന്നൊരു ഇതെന്ന് ചോദിച്ചാൽ ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തുണ്ടാക്കിയ ആസൂത്രിതമായ ഒരു അറ്റാക്കാണ്. അതായത് ഇതിങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പഴി BJP-യുടെയും ഈ സംഘപരിവാർ അനുകൂല സംഘടനകളുടെയൊക്കെ പേരിലേക്ക് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാക്കുകയും അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ കോൺഗ്രസും മറ്റ് ഇതര പ്രതിപക്ഷ പാർട്ടികളും ഒക്കെയാണ് എന്നുള്ളൊരു അലിഗേഷനാണ് അവർ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു വിശദീകരണമായിട്ട് നമുക്ക് തന്നെ തോന്നും. പക്ഷേ ഇങ്ങനെ വിശദീകരിച്ചാൽ അത് ആ സമുദായം സ്വീകരിക്കുമെന്ന് തോന്നാൻ പാകത്തിലേക്കുള്ളൊരു ഒരവസ്ഥ ഈ റീച്ച് ഔട്ട് കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത്തരം വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ. അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ സാധാരണ ഇമോഷണലായി ട്രിഗർ ചെയ്യപ്പെടുന്ന ഒരു വോട്ട് ബാങ്കായി ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ ഒരിക്കലും കണക്കാക്കിയിരുന്നില്ല. ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത, ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത, വളരെ സ്റ്റാറ്റിക് ആയ ഒരു വോട്ട് ബാങ്കാണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എന്നായിരുന്നു അടുത്ത കാലം. ഒരു മോഡിയെ എമേർജ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള കാലം വരെ ഒരു 60 മുതൽ 70% വരെ CSDS-ൻ്റെ ഒക്കെ കണക്കനുസരിച്ച് 50-55 മേലെ വോട്ട് ഷെയർ അവർ UDF-നോ കോൺഗ്രസ് മുന്നണിക്കോ കൊടുക്കുന്നു. വലിയ മാറ്റങ്ങളൊന്നും അതിലുണ്ടാകുന്നില്ല. മറ്റ് വോട്ട് ബാങ്കിൽ, മുസ്ലിം വോട്ട് ബാങ്കിലും ഹിന്ദു വോട്ട് ബാങ്കിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഭരണമാറ്റം ഉണ്ടാകുന്നു എന്നല്ലാതെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുന്നില്ല. ഇതായിരുന്ന ഒരു അസസ്മെൻറ്റ്. അതൊരു പക്ഷേ ആ സമയം, ഇപ്പോൾ 2011 വരെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ അനലൈസ് ചെയ്താൽ നമുക്കൊരു പക്ഷേ മനസ്സിലാവും. ആ മണ്ഡലങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 18% വരും 2011 സെൻസസ് പ്രകാരം ക്രിസ്ത്യൻ പോപ്പുലേഷൻ കേരളത്തിൽ. ഒരു 30 മുതൽ 35 വരെ സീറ്റുകൾ, നിയമസഭാ സീറ്റുകൾ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ 40 സീറ്റ് എന്നാണ്, 42 സീറ്റ് ക്രിസ്ത്യൻ വോട്ട് നിർണായകമാകും എന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥ, കേരളത്തിലെ ഏറ്റവും വോളട്ടൈലായിട്ടുള്ള വോട്ട് ബാങ്ക് ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനുള്ള ഇപ്പോൾ 2016 വോട്ടും 2019 ലോക്സഭയിലെ വോട്ടും എടുക്കുമ്പോഴേക്ക് തന്നെ വലിയ ഷിഫ്റ്റാണ് ഉണ്ടാകുന്നത്. 2% ക്രിസ്ത്യാനികൾ മാത്രമേ
BJPക്ക് വോട്ട് ചെയ്തുള്ളൂ എന്നായിരുന്നു നേരത്തെ ഉള്ളൊരു CSDSൻ്റെ കണക്ക്. എന്നാൽ ആ കണക്കുകളിൽ ഇപ്പോൾ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമെടുത്താൽ അത് 2 അക്കം കടന്ന് മേലേക്ക് പോയിരിക്കുന്നു എന്ന് കാണാൻ പറ്റും. ഇതിന് നമ്മൾ ഈ കാണുന്ന മുന്നണി രാഷ്ട്രീയവുമായോ അതല്ലെങ്കിൽ അത്തരത്തിൽ കാസ പോലെ സംഘടനകൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളൊന്നുമല്ലാതെയുള്ള സാമൂഹികമായ മറ്റ് പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രൈസ്തവ സമൂഹത്തിൽ ഡെമോഗ്രഫിയിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് വലിയ പേടി. ഇപ്പോൾ 0.5% 3/4% പോപ്പുലേഷനാണ് യഥാർത്ഥത്തിൽ 10 വർഷത്തിനിടയിൽ കുറഞ്ഞത്. പക്ഷേ വലിയൊരു ഭീതി, ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു പോവുകയാണ് എന്നൊരു ഭീതി ആ സമൂഹത്തിനിടയിൽ സൃഷ്ടിക്കുന്നതിന് അതിൻ്റെ തൽപര കക്ഷികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സഭാ നേതൃത്വം പ്രത്യക്ഷമായി തന്നെ അത് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അധികാരവുമായുള്ള അടുപ്പം, ഇത്തരം കാര്യങ്ങളിൽ സഭയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന ക്ലൗട്ട് ഇല്ല. ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സഭയായിരുന്നിട്ട് കൂടി പുതുതലമുറയിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹം പിറകോട്ട് പോകുന്നു എന്നൊരു പേടി, പുതിയ ജനറേഷനിലുള്ള കോഴ്സുകളിൽ ഈ സമൂഹത്തിന് ഗ്രിപ്പില്ല എന്നൊരു പേടി, ഇങ്ങനെ പലതരത്തിലുള്ള ഭീതി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ടിൽ കേരളത്തിൽ ബാക്ക് ഹോം അവർക്ക് ഒരു പൊളിറ്റിക്സിലേക്ക് ഒരു ക്ലൗട്ട് ഇല്ലാതെ പോകുന്നു. ഈ തരത്തിലുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായ ഭീതി തന്നെ യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് കൂടി മുതലെടുത്തുകൊണ്ടാണ് റീച്ച് ഔട്ട് നടക്കുന്നത്. സൃഷ്ടിക്കപ്പെട്ട ഒരു മുസ്ലിം വിരോധവും കൂടെ അത് പൊതുവെ അത് യഥാർത്ഥത്തിൽ ഇതിനെ ഒന്നിച്ചു നിർത്തുന്ന, ഇതിനെ യോജിപ്പിക്കുന്ന ഒരു ഘടകം മുസ്ലിം വിരുദ്ധതയാണ്. അതായത് ഈ അധികാരം മുഴുവൻ മുസ്ലിങ്ങളിലേക്ക് പോകുന്നു, അധികാര കേന്ദ്രങ്ങളുമായുള്ള അടുപ്പം മുസ്ലിങ്ങളിലേക്ക് പോകുന്നു, സാംസ്കാരിക രാഷ്ട്രീയ ബിസിനസ് രംഗങ്ങളിലുള്ള അവരുടെ സ്വാധീനം കൂടുന്നു എന്ന പ്രചാരണം വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭകൾക്ക് പിടിയുണ്ടായിരുന്ന അവരുടെ കൈവെള്ളയിൽ നിർത്തിയിരുന്ന രാഷ്ട്രീയ മുന്നണിക്ക് അധികാരം കേന്ദ്രത്തിലും കേരളത്തിലും നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളായി. അപ്പോൾ ഇത് വല്ലാത്തൊരു തരം ഉത്കണ്ഠ, പ്രത്യേകിച്ചും വലിയ വലിയ സഭാസ്ഥാപനങ്ങളൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ അവരുടെ അസറ്റുമായി, അവരുടെ ജീവിതത്തിൻ്റെ സുരക്ഷയുമായി, അവരുടെ സമ്പത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സഭകളെ നയിക്കുന്നത്. അതോടൊപ്പം രാജീവ് നേരത്തെ പറഞ്ഞ പോലെ ഈ കേന്ദ്ര ഏജൻസികളുടെ ഇങ്ങനെ ലൂമിങ് ത്രട്ട് ഇവരുടെ എല്ലാം മേലെയുണ്ട്. ഇതെല്ലാം കൂടി ചേർത്താണ്. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിലോ ഈവൻ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യത്തിൽ പോലുമോ അതല്ലെങ്കിൽ മണിപ്പൂരിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറമെ കേരളവുമായി കണക്റ്റഡ് അല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ക്രൈസ്തവ പ്രശ്നങ്ങളിൽ മൂഡാവുന്ന ഒരു സഭയല്ല ഇവിടുത്തെ സഭ. ഇവിടത്തേക്ക് കണക്റ്റഡായി, അതും ഇമോഷണലായി കണക്റ്റഡായി 2 കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടായിപ്പോയി എന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം പ്രശ്നമാകുന്നത്. കേരളവുമായി കണക്ട് ചെയ്ത കാര്യത്തിൽ പോലും അത്രത്തോളം മൂഡാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അറസ്റ്റിന് തൊട്ട് മുമ്പ് ഒരു 2 മാസം മുമ്പ് ഉത്തർപ്രദേശിൽ ഈ ആൻറ്റി കൺവേർഷൻ ലോ ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യത്തെ കൺവിക്ഷൻ വന്നു. അംബേദ്കർ നഗർ ജില്ലാ കോടതിയുടെ കൺവിക്ഷൻ വന്നു. അതിൽ കൺവിക്റ്റ് ചെയ്യപ്പെട്ടത് 2 മലയാളികളാണ്. ഒന്ന് ഒരു പാപ്പച്ചനും പിന്നെ ഭാര്യ ഷീജ പാപ്പച്ചൻ, അങ്ങനെ അവരുടെ പേര് അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവരെ 2 പേരും കൺവിക്റ്റ് ചെയ്തു, ശിക്ഷിച്ചു. പിന്നെ അത് അലഹബാദ് ഹൈക്കോടതി പോയി. അലഹബാദ് ഹൈക്കോടതി ഈ കൺവിക്റ്റ് ചെയ്ത വിധി വലിയ തോതിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുത്തു. ആ ശിക്ഷിച്ച സമയത്ത് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന് യാതൊരു റിയാക്ഷൻ ഉണ്ടായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ കേരളത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും അവരത്രത്തോളം ഇമോഷണലി മൂഡാവുന്നു എന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ എന്ന് വെച്ചാൽ 2 കന്യാസ്ത്രീകളാണ് വാർത്തയിൽ നിറഞ്ഞു. അത് മാത്രമല്ല അവിടെ ഒരു അഗ്രഷൻ, ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഫിസിക്കൽ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അവർ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന വീഡിയോ അവിടെ ഉണ്ട്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇതുണ്ടായത്. ഒരുപക്ഷെ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത്ര ഇത് മൂവ് ചെയ്യില്ലായിരുന്നു. തീർച്ചയായും. അപ്പോൾ ഈ കേരളത്തിലെ സഭയുടെ മുൻഗണനാക്രമം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല യഥാർത്ഥത്തിൽ. അത് കുറേ കൂടി സാമ്പത്തികമായ മുൻഗണനാക്രമം വച്ചാണ് കേരളത്തിലെ സഭ അതിൻ്റെ നയം രൂപീകരിക്കുന്നതും അവരുടെ പൊളിറ്റിക്കൽ ലീനിങ് നിർണ്ണയിക്കപ്പെടുന്നതൊക്കെ അതിൻ്റെ. ഈ അധികാരത്തിൽ നിന്നുള്ള ദൂരം ഇനി എത്ര കാലമാണ് ഇങ്ങനെ ഡിസ്റ്റൻസ്ഡായി നിൽക്കുക എന്നത് വലിയൊരു ആശങ്കയായി സഭയെ സംബന്ധിച്ചുണ്ട്. അതായിരിക്കണം, അതങ്ങനെ ആയിരിക്കെ തന്നെ, അതങ്ങനെ ആണ് എന്നുള്ളത് അത് ശരിയുമാണ്. അത് ഇപ്പം മാത്രമല്ല, അധികാരം എവിടെയാണോ അവിടേക്ക് സഭാ നേതാക്കളൊരു അടുപ്പം നേരത്തെ ഉള്ളതാണ്. DNA തന്നെ അങ്ങനെ തന്നെയാണ്.
പക്ഷേ അതങ്ങനെ ആയിരിക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ഇത് വലിയ പ്രൊട്ടസ്റ്റ് നടക്കുന്നു, ബിഷപ്പുമാർ തന്നെ പ്രതിഷേധത്തിന് തെരുവിലിറങ്ങുന്നു, നേതൃത്വം കൊടുക്കുന്നു. ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തൊക്കെ പ്രകടനത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ BJP അനുകൂല പ്ലാൻ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അവർക്ക്? അത് അവിടെ ഒരു ഈ വിശ്വാസി സമൂഹമായിട്ടുള്ളൊരു ഒരു ഒരു വൈരുദ്ധ്യം അവിടെ വരില്ലേ? വൈരുദ്ധ്യം വിശ്വാസി സമൂഹവുമായും അടിത്തട്ടിലുള്ള വോട്ടർമാരുമായും സഭാ സമൂഹവുമായിട്ടുള്ള വൈരുദ്ധ്യം വരും. പക്ഷേ പ്രശ്നം കേന്ദ്രത്തിൽ ഒരു അധികാരം തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വരിക എന്നത് ഇമ്മീഡിയറ്റായൊരു വിസിബിലിറ്റിയിലില്ല. കേരളത്തിൽ പോലും അവർ അങ്ങനെ തീർത്തും അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി UDF തിരിച്ച് അധികാരത്തിൽ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കാവുന്ന അവസ്ഥ അവരെ സംബന്ധിച്ചില്ല. മാത്രമല്ല അവരിലേക്ക് ഏറ്റവും നന്നായി റീച്ച് ചെയ്യുന്നത്, ഏറ്റവും നന്നായി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, വളരെ ഫ്രീക്വൻ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അപ്പോൾ സണ്ണി ജോസഫിൻ്റെ ഒരു KPCC അധ്യക്ഷ സ്ഥാനം നിർണയിച്ചു കൊടുത്തതൊഴിച്ചാൽ BJPയുടെ ഭാഗത്തു നിന്നുള്ള റീച്ച് ഔട്ടിനെയാണ് കുറെ കൂടി വിസിബിളായിട്ട് അവർക്ക് കാണാൻ കഴിയുന്നത്. ഈവൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ അപ്പോയിൻമെൻറ്റിന് പിന്നിൽ പോലും സഭകളുടെ ഒരു അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണന കൂടി അതിലുണ്ട് എന്നാണ്. അവരുടെ പ്രശ്നങ്ങൾ കേട്ടതിന് ശേഷമാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായത് എന്ന് വരുന്നു. അപ്പോൾ സഭയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവർക്ക് കുറേ കൂടി അപ്രോച്ചബിളായ ഒരു മുന്നണിയായി കോൺഗ്രസിനേക്കാൾ, അല്ലെങ്കിൽ അധികാരവുമായി കണക്ട് ചെയ്യാൻ കുറേ കൂടി സാധ്യതയുള്ള മുന്നണിയായി അവർ ഒരുപക്ഷെ BJPയെ കാണുന്നു. കേരളത്തിലെ BJPയുടെ ഒരു എമർജൻസിനെ പോലും അവർ വളരെ ദൂരെയുള്ളൊരു കാര്യമായി കണക്കാക്കുന്നില്ല. ചെറിയൊരു ഷിഫ്റ്റ് മാത്രമല്ല, കേരളത്തിൽ മറ്റു മുന്നണികളുടെ അധികാരലബ്ധിയെ നിർണ്ണയിക്കുന്നത് ഹിന്ദു മുസ്ലിം വോട്ട് ബാങ്കുകളാണ്. എന്നാൽ കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ BJP അധികാരത്തിനടുത്തേക്ക് എത്തുകയോ നിയമസഭാ പ്രാതിനിധ്യത്തിലേക്ക് എത്തുകയോ അതല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്റ് ചെയ്യാവുന്ന പോയിന്റിലേക്ക് എത്തുകയോ ഏതെങ്കിലും കാലത്ത് സംഭവിക്കുമെങ്കിൽ അത് തങ്ങളുടെ വോട്ട് ബാങ്ക് കൊണ്ടായിരിക്കും എന്നൊരു ചിന്ത, ആ വോട്ട് ബാങ്ക് മാത്രമേ അങ്ങനെ മാറാനുള്ളൂ. ആ ചിന്ത സഭയെ സംബന്ധിച്ചുണ്ടാവണം. അതുകൊണ്ട് ഇത് പവർ പ്ലേ ആണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ആ ചിന്തയാണ് അവരുടെ മുൻഗണനയിലുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ BJPയെ സംബന്ധിച്ച് അവരൊരു വോട്ട് ബാങ്കായിട്ട് ഈ സഭാ സമൂഹത്തെ കാണുന്നുണ്ട്. തിരിച്ചിപ്പുറത്തും പല കാരണങ്ങളാൽ അതങ്ങനെ ആവാം എന്നുള്ളൊരു തോന്നൽ സഭാ നേതൃത്വത്തിനുണ്ട് എന്നുള്ളതും എവിഡൻ്റാണ്. അതുവഴി ഇനി അങ്ങോട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കുറേ കൂടെ സഭയെ സംബന്ധിച്ച് ഇപ്പോൾ K. സുരേന്ദ്രനെ പോലെയോ V. മുരളീധരനെ പോലെയോ അല്ലെങ്കിൽ PK കൃഷ്ണദാസിനെ പോലെയോ അല്ല, കുറേ കൂടെ ആക്സസിബിളാണ്. അതുപോലെ ഇപ്പോൾ ജോർജ് കുര്യൻ, ഇപ്പോൾ നേരത്തെ പ്രശാന്ത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞുള്ളൂ മറുപടികൾ ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ എങ്കിൽ പോലും സഭയെ സംബന്ധിച്ച് ആക്സസിബിളാണ് ജോർജ് കുര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആക്സസിബിളായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്ക് ഇനി അങ്ങോട്ട് അങ്ങനെ അത്ര എളുപ്പത്തിൽ ആക്സസ് കിട്ടുമോ? ഞാൻ ചോദിക്കുന്നത് ഇതൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുണ്ടാവുമോ അവിടെ BJPയെ സംബന്ധിച്ച്? അല്ല, ഇത് അടിസ്ഥാന പ്രശ്നം മതപരിവർത്തനം എന്നുള്ള ഈ ഒരു കാര്യം, അത് ഈ സംഘപരിവാർ ഇന്നലെ ഉന്നയിക്കാൻ തുടങ്ങിയ കാര്യമല്ല. അത് മിഷണറി പ്രവർത്തനങ്ങളോടുള്ള അവരുടെ വെറുപ്പ്, ഈ മതപരിവർത്തനം തന്നെ അത് ഭാരതീയതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് എതിരാണ് അല്ലെങ്കിൽ ഭീഷണിയാണ് എന്ന രീതിയിൽ ആണ് അങ്ങനെയൊരു നറേഷൻ കൊണ്ടിരുന്നത്. അതിപ്പോൾ എത്രയോ കാലങ്ങളായി. ഒരു പക്ഷേ ഈ BJPയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 1930കളിലൊക്കെ വലിയ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് മതപരിവർത്തനം. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ, അസഹകരണങ്ങൾക്ക് നല്ലത് ഇസ്ലാം എന്നൊരു പുസ്തകം വന്നിട്ടുണ്ട്. അപ്പം ധാരാളം പേര് ഇസ്ലാമിലേക്ക് ചേരുന്നു, ധാരാളം പേര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചേരുന്നു, ബുദ്ധമതമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരിലെ പ്രധാനികൾ പലരും ഹിന്ദുമതം ഉപേക്ഷിച്ചവരായിരുന്നു. അത് CV കുഞ്ഞിരാമനായാലും സഹോദരൻ അയ്യപ്പനായാലും സ്വാമി ധർമ്മതീർത്ഥയായാലും, അദ്ദേഹം ജോൺ ധർമ്മതീർത്ഥ എന്ന പേര് മാറ്റി. മാത്രമല്ല, അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ദ മെനസ് ഓഫ് ഹിന്ദു ഇമ്പീരിയലിസമാണ്. ഹിന്ദു ഇമ്പീരിയലിസം, ഹിന്ദു സാമ്രാജ്യത്വം എന്ന വാക്ക് അതിനു മുമ്പോ അതിനു ശേഷമോ ആരെങ്കിലും ഉപയോഗിച്ചതായിട്ട് എനിക്കറിയില്ല.
പിന്നെ SNDP യോഗത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന O. മാധവൻ ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഞങ്ങൾ സ്വതന്ത്ര സമുദായമാണ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം അന്ന് നിരോധിച്ചതാണ്. ആ കാലത്ത് തന്നെ തുടങ്ങിയതാണ് ഈ മതപരിവർത്തനം എന്നുള്ളത് ഏറ്റവും വലിയ ഭീഷണിയായിട്ട്. ഈ അന്ന് സംഘപരിവാർ സംഘടനകളല്ല, വേറെ സംഘടനകൾ, മൊത്തത്തിലുള്ള ഒരു പ്രശ്നം. ഇത് ഹിന്ദു സമുദായത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്നുള്ളത് ഈ മതപരിവർത്തനമാണ് എന്ന്. അപ്പോൾ ആശാൻ അതിനെതിരെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ചെറിയൊരു പുസ്തകം, മതപരിവർത്തന രസവാദം, ഞങ്ങളൊക്കെ ഹിന്ദുക്കളായി തുടരണം എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ്റെ പൂർവികനാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകൾ, ഹിന്ദുമതം നേരിടുന്ന വലിയ പ്രശ്നം, പിന്നീട് മീനാക്ഷിപുരത്ത് നടന്ന മതപരിവർത്തനങ്ങൾ, അങ്ങനെ ഹിന്ദുക്കൾക്കിടയിൽ ഒരു വലിയ ഒരു ഏകീകരണം, ഒരു റാലിയിങ് പോയിന്റ് നമ്മൾ പറയാറില്ല, അത് ഈ മതപരിവർത്തനത്തെക്കുറിച്ചുള്ള ആകുലതകളാണ്. അത് മാറ്റി വെച്ചുകൊണ്ട് BJPക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം രാജീവ് ചന്ദ്രശേഖരൻ പറയുകയാണ്, അല്ല അവർ ക്രിസ്ത്യാനികൾ തന്നെയാണ്, ഈ പണ്ട് കുട്ടികൾ ക്രിസ്ത്യാനികൾ തന്നെയാണ്, അവിടെ മനുഷ്യക്കടത്തില്ല, മതപരിവർത്തനം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും അത് ഈ സംഘ ഐഡിയോളജിക്ക് അനുയോജ്യമായ ഒരു നിലപാടല്ല. അതിന് തള്ളിക്കളയും അവർ. അത് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. കാരണം ഈ സംഘപരിവാറിൻ്റെ ആ സംഘടനയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം ഈ മതപരിവർത്തനം എന്ന വലിയ ഒരു ത്രറ്റിനെ എങ്ങനെ നേരിടുന്നു. അതിനാണ് മതപരിവർത്തന നിയമങ്ങൾ കൊണ്ടുവരുന്നു, ശുദ്ധി പ്രസ്ഥാനം വരുന്നു, പിന്നെ ഹിന്ദുമതത്തിനുള്ളിൽ നവീകരിക്കാനുള്ള പ്രശ്നം വരുന്നു, അല്ലേ? മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞാൽ ചട്ടം മാറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ നമ്മൾ ഈ നവോത്ഥാനം എന്ന് പറയുന്നത് മറ്റൊരു അർത്ഥത്തിൽ ഹിന്ദുമതത്തെ സംരക്ഷണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായി നിലനിൽക്കുന്ന ഈ മതപരിവർത്തനമാണ്. അപ്പോൾ ആ മതപരിവർത്തനത്തെ ഒഴിവാക്കിക്കൊണ്ട്, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, ഈ മിഷണറി ത്രെറ്റില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ BJPക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വേറൊരു രീതി ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്ന് ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന ഒരു BJP നേതാവ് നിലനിൽക്കാൻ പറ്റില്ലല്ലോ. കേരളത്തിന്റെ ഒരു മുൻഗണന കേരളം അവരുടെ ഒരു മുൻഗണന അതിൽ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ലാർജർ പെർസ്പെക്റ്റീവിൽ കേരളം ഒരു മുൻഗണനാ സാധ്യതയിൽ മുൻഗണനാ പട്ടികയിൽ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മതപരിവർത്തനത്തെക്കുറിച്ചുള്ള ആങ്സൈറ്റി, നേരത്തെ പറഞ്ഞ ഈ ജനസംഖ്യ, അത് ഈ ഹിന്ദുമതത്തിൻ്റെ അകത്തും അവർ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ജനസംഖ്യ കുറയുന്നു, ഉള്ള ജനസംഖ്യയിൽ നിന്ന് തന്നെ മതപരിവർത്തനം നടക്കുന്നു. ഇപ്പോൾ പറയുന്നത് ഈ ആദിവാസി ഷെഡ്യൂൾഡ് മേഖലയെ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണല്ലോ. അത് ഒരു ടെക്നിക്കലി പറയുന്നതാണ്. അപ്പോൾ അതുമാത്രമല്ല, അപ്പം സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ RSSൻ്റെ ഒക്കെ ഒരു അടിസ്ഥാന പ്രശ്നം ഈ ഒരു മതപരിവർത്തനത്തെക്കുറിച്ചുള്ള ഭയമാണ്. അതില്ല എന്ന് പറയുന്ന ഒരു നേതാവിനും അധികകാലം BJPയുടെ അതങ്ങനെ ആയിരിക്കും. ഞാൻ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ 2 തെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു സ്റ്റേക്ക് BJP വെക്കുന്നുണ്ട്. വലിയ അവകാശവാദങ്ങൾ BJPക്ക് ഉള്ളിൽ BJP നിരത്തുന്നുണ്ട്, പുറത്തേക്കും അവരത് പറയുന്നുണ്ട്. ആ അവകാശവാദങ്ങളുടെ അടുത്തൊരു പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ പോലും ഈ സൊസൈറ്റിയുടെ പിന്തുണ അവർക്ക് ആവശ്യമായിട്ട് വരും. പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഇനി അത് കിട്ടാൻ സാധ്യതയുണ്ടോ? കാരണം ഈ താഴെത്തട്ടിലുള്ള ക്രിസ്തീയ വിശ്വാസികൾക്ക് വലിയ തോതിലുള്ളൊരു പ്രോബ്ലം അവർ ഐഡൻറ്റിഫൈ ചെയ്യില്ലേ ഈ ഒരു ഇഷ്യൂ വഴി? ഇത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഈ ആഭ്യന്തര വൈരുദ്ധ്യം ഉണ്ടല്ലോ, ഈ സംഘപരിവാറിൻ്റെ ഒന്ന് അവരുടെ കോർ ഐഡിയോളജി, അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതൊന്ന്, മറ്റൊന്ന് റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാത്തിനും ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതിൽ ഏതാണ് വേണ്ടത്? പ്രയോറിറ്റി എന്തിനായിരിക്കണം? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നേരത്തെ പറഞ്ഞതാണ്, ഒരു എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളത്. അത് സംഘപരിവാർ ഐഡിയോളജി അല്ല, അത് കോർ ഐഡിയോളജി അല്ല. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ആ വൈരുദ്ധ്യത്തെ മൂർച്ഛിക്കാൻ ഒരു സംഭവം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവം നടന്നില്ലെങ്കിലും ഈ വൈരുദ്ധ്യം അവർക്ക് നിലനിൽക്കും. ചില സംഭവങ്ങൾ, ചില ഇൻസിഡൻറ്റുകൾ ചിലപ്പോൾ ഓൾറെഡി നിൽക്കുന്ന വൈരുദ്ധ്യത്തെ മൂർച്ഛിപ്പിക്കുന്നുണ്ടാവും.
അത് എങ്ങനെ പിന്നെ അതിൻ്റെ ഭാവി എന്നുള്ളത് ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ സംഭവത്തെ സംഘപരിവാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ സോൾവ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും അത് എങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അവർ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള അവിടെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റ് വെച്ചുകൊണ്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നൊരു വലിയ നാരറ്റീവ് ഉണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മതപരിവർത്തനത്തിനെതിരായ ഒരു നിലപാട് BJP എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭൂരിപക്ഷ ഏകീകരണത്തിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അതാണ് ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്ന ഉടനെ തന്നെ അതിനെതിരായിട്ടുള്ള ശബ്ദങ്ങളും സംഘപരിവാർ സംഘടനകൾ പരസ്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ വൈരുദ്ധ്യം പരിഹരിക്കണമെന്നില്ല, പരിഹരിച്ചതായി തോന്നലുണ്ടാക്കുക. മാത്രമല്ല ഈ നെറേറ്റീവ് ഹിസ്റ്റോറിക്കലാണ്. അതിനെ പൊടുന്നനെ മാറ്റി പറയാൻ കഴിയില്ല. അതിനൊരു കമാൻഡ് കിട്ടുകയില്ല. അങ്ങനെ പറഞ്ഞ് അത് ഫലിപ്പിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഡീപ്പ് റൂട്ടഡായ ഒരു പ്രോപ്പഗൻഡയാണത്. ഈ ക്രൈസ്തവ മതപരിവർത്തനം എന്നതിനെതിരെയുള്ള സംഘപരിവാറിൻ്റെ പൊസിഷൻ വളരെ ഹിസ്റ്റോറിക്കലാണ്. അതുകൊണ്ട് അതിനെതിരെ ഒരു നിലപാട് പരസ്യമായി എടുത്തുകൊണ്ട് കേരളം പിടിക്കാനൊന്നും നടക്കില്ല. ഇത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഡയറക്റ്റ്ലി ഇത് BJP അടുത്ത ഇലക്ഷനിൽ ഹിറ്റ് ചെയ്യും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനൊരു ചാൻസ് ഉണ്ടോ? അല്ല, കേരളത്തിൽ വളർന്നു വരുന്ന ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ് എന്നതിനനുസരിച്ച് കൂടി ഉണ്ടാകും. ഇപ്പോൾ UDFന് ഒരു വിജയ സാധ്യത കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇപ്പറഞ്ഞ ക്രൈസ്തവ ന്യൂനപക്ഷം BJPക്ക് അനുകൂലമായി ചിന്തിക്കുമെന്ന അവസ്ഥ പെട്ടെന്ന് വാനിഷ് ചെയ്യപ്പെടും. അത് UDFന് അനുകൂലമായി അതിൻ്റെ ബാക്ക് ടു ഹോം എന്ന് പറയുന്ന പോലെ അതിൻ്റെ പരമ്പരാഗത വോട്ടിംഗ് പാറ്റേണിലേക്ക് ക്രൈസ്തവ വോട്ടുകൾ മാറിമറിയും. പക്ഷേ UDF വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രകടമാകണം. അതേസമയം UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താൻ സാധ്യതയില്ല എന്ന് കണ്ടാൽ ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കും. അത് സ്വാഭാവികമായും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ ഒരു ചെറിയ വിഭാഗത്തെയെങ്കിലും BJPയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് അവിടെയുള്ളത്. വിന്നബിലിറ്റി, UDFൻ്റെ വിന്നബിലിറ്റി എന്നതാണ് ഇതിൽ ക്രൂഷ്യൽ ഫാക്ടറായി വരാൻ പോകുന്നത്. അത് പ്രകടമാണെങ്കിൽ വലിയ ഷിഫ്റ്റ് ഉണ്ടാവില്ല. അതേസമയം ഭരണ തുടർച്ച എന്നൊരു സംഗതി വരികയാണെങ്കിൽ ഒരു കാരണവശാലും ലെഫ്റ്റിന് വോട്ട് ചെയ്യില്ല എന്ന ഒരു മാനസികാവസ്ഥയുള്ള ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു പക്ഷം ഒരു വിഭാഗം, ഒരു ചങ്ക് വോട്ട് BJPക്ക് അനുകൂലമായി പോകാനാണ് സാധ്യത. തീർത്തും അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പൊക്കെ നിർണ്ണയിക്കപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം വോട്ട് ബാങ്കിനെ നിർണ്ണയിക്കുന്ന പോലെ, അതിൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് പോലെ ഒരു സമൂഹം ഒന്നാകെയല്ല ക്രൈസ്തവ വോട്ട് ബാങ്കിനെ നിർണ്ണയിക്കുന്നത്. അത് കുറേ കൂടിയൊക്കെ സഭാ കേന്ദ്രീകൃതവും നേതൃത്വത്തിൽ കേന്ദ്രീകൃതവും അതത് സംഭവങ്ങളിൽ കാലത്തെ സംഭവങ്ങളിൽ കേന്ദ്രീകരിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ക്രിസ്ത്യ വോട്ടുകളിൽ ഈ സഭാ നേതൃത്വത്തിൻ്റെ നിലപാടൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ആ വോട്ട് നിർണ്ണയിക്കുന്നതിൽ. സഭയുടെ നിർദ്ദേശം അനുസരിച്ചാണ് എല്ലാ ക്രിസ്ത്യൻസ് സമുദായ അംഗങ്ങളും വോട്ട് ചെയ്യുന്നതെന്ന് ലൂസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആ പിടി അവിടെ ഉണ്ട്. അപ്പോൾ ആ പിടി തുടരാൻ, ഇതിപ്പോൾ ഈ ഒറ്റപ്പെട്ട സംഭവമാണ്, ഇതിലൊരു പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞല്ലോ എന്ന മട്ടിൽ ആ പിടി തുടരാൻ സഭാ നേതൃത്വത്തിന് കഴിയുന്നൊരു അന്തരീക്ഷമുണ്ടോ? അത് ഇനിയും വർക്ക് ചെയ്യുമോ ഗ്രൗണ്ടിൽ എന്ന്? ഇപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നു. ഇപ്പോൾ രണ്ട് സർക്കാരുകളും തീരുമാനിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകും. കേസ് സാങ്കേതികമായി അവിടെ കിടക്കുമെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടുകയും ഈ കന്യാസ്ത്രീകളോട് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് അവർ മാപ്പ് ചോദിക്കുകയും ചെയ്താൽ ഇവിടെ അതുണ്ടാക്കാവുന്നത് പഴയതിനേക്കാൾ വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും BJPക്ക് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്രിപ്പുണ്ട്, ഞങ്ങൾക്ക് അവിടെ കേൾക്കാൻ ആളുണ്ട്, ഞങ്ങൾ പറയുന്നതിന് വിലയുണ്ട് എന്ന് സഭാ സമൂഹത്തോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ സഭാ നേതൃത്വത്തിന് ഒരു ആയുധമാകുകയും ചെയ്യും ഇങ്ങനെ പരിഹരിക്കപ്പെട്ടാൽ. അതുകൊണ്ട് അതങ്ങനെ പരിഹരിക്കപ്പെടൽ എളുപ്പമൊന്നുമല്ല. പക്ഷേ ഈ ഒരു കാര്യം സംഭവിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ നടക്കുന്ന ഒരു ഷിഫ്റ്റിങ്ങിൽ വലിയ വ്യത്യാസമുണ്ടാകും എന്ന് പറയാൻ പറ്റില്ല. ഇനി അങ്ങോട്ടുള്ള സംഭവങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അത് സംഭവിക്കുക. ഇവിടെ LDFൻ്റെയും UDFൻ്റെയും ഭാഗത്തുനിന്ന് വളരെ വലിയ വിമർശനം ഇതിനോട് ഉയർന്നിട്ടുണ്ട്. അവർ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിഷേധം. MP-മാർ അവിടെ ഛത്തീസ്ഗഡിൽ പോയി കന്യാസ്ത്രീകളെ കണ്ടു, അവിടുത്തെ നേതാക്കളുമായിട്ട് സംസാരിക്കുന്നു, അമിത്ഷായിട്ട് ഇതൊക്കെ നടക്കുന്നുണ്ട്.
ഇത് വേണമെങ്കിലൊരു എന്താ പറയുക രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുന്നതിൽ വലിയ തെറ്റില്ല. പക്ഷേ ഇത് മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. എവിടെയൊക്കെ ഇത്തരം അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഇപ്പോൾ ഒറീസയിൽ കന്ധമാലിലുണ്ടായപ്പോഴും നമ്മൾ ഇതേപോലെ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വെറുതെ രാഷ്ട്രീയമായി മുതലെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അതിലിടപെടണം എന്ന് കേരളത്തിലെ 2 മുന്നണി സംവിധാനങ്ങൾക്കും തോന്നുന്നു എന്നുകൂടി നമ്മളതിനെ കണക്കാക്കണം. അങ്ങനെ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഗ്രൗണ്ടിൽ ഇപ്പോൾ ബി ജെ പി ഇത് ഹിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ബെനിഫിറ്റ് ബഷീർ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലി അത് UDF ഉണ്ടാവുക? അല്ല, അത് എങ്ങനെയായിരിക്കും അത് സോൾവ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് സെറ്റിൽ ചെയ്യുന്നു. അത് ഒരു മാപ്പ് പറഞ്ഞാലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിലുള്ള അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? അതൊരു പ്രശ്നമാണ്. അവിടെ കോൺഗ്രസിന് എപ്പോഴും 42% വോട്ടുണ്ട്. അവരുടെ ഒരു കോർ പ്രശ്നത്തെയാണ് ഇത് ഈ സംഭവം ബാധിച്ചത്. അതെ, അപ്പോൾ എങ്ങനെയാണ് അതിന് ദൂരാൻ പറ്റില്ല. അതിപ്പം മാപ്പ് പറയാനുള്ള സാധ്യതയൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് അപ്പുറം ഇപ്പുറം മാറാവുന്ന ഒരു ഭരണമാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ അവിടെയുള്ള ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പ്രശ്നം ഇതേപോലെ തുടരുന്നു, കേസ് ഇങ്ങനെ തുടർന്ന് BJP ആ സ്റ്റാൻഡിൽ ഉറച്ചു വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് മുന്നണിയെയാണ് ഇത് കൂടുതൽ ബെനിഫിറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ബഷീർ പറഞ്ഞ പോലെ തന്നെ UDF-നായിരിക്കും. കാരണം പരമ്പരാഗതമായിട്ട് അങ്ങനെയുള്ള ഒരു ചായ്വുള്ള ഒരു സമീപനമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ദാറ്റ് ഡിപ്പെൻസ്. അതിപ്പോൾ ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പറയുന്നത് വളരെ ഇമ്മച്ചുവറായിരിക്കും. അത് ഇവോൾവ് ചെയ്യുന്നത് എങ്ങനെ അനുസരിച്ചിരിക്കും. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ അവിടെ പോകുന്നത് പുതിയ കാര്യമല്ല. നമ്മൾ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് അവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ UDF-ൻ്റെ ഒരു നമ്മൾ പറഞ്ഞാൽ ഒരു കോർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത്തരം ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ആരുടെ ട്രസ്റ്റാണ് വിൻ ചെയ്യുന്നത് എന്നത് ഇതെങ്ങനെയാണ് ഇത് UDF-ലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ബഷീർ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊതുവിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു വോട്ട് മനസ്സ് എന്ന് പറയുന്നത് UDF-നൊപ്പമായിരുന്നു മുൻകാലത്ത്. പക്ഷെ അതിൽ നിന്നുണ്ടായ മാറ്റം നമ്മൾ കാണാതിരുന്നുണ്ടല്ലോ. അത് കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ തുടരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ലല്ലോ. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്ത് ആണ് ഇപ്പോൾ ഉള്ളത്. ആ ഗ്രൂപ്പിന് സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ട് ബാങ്ക് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ പോയിട്ട് വൃന്ദാക്കാരായിട്ട് സംസാരിച്ചതിൻ്റെ തൊട്ട് പുറകെ പഴയ പോളിറ്റ് ബ്യൂറോ മെമ്പറായ CPM-ൻ്റെ വലിയ നേതാവ് വൃന്ദാക്കാരായിട്ട് സംസാരിച്ചതിൻ്റെ തൊട്ട് പുറകെ ഇടത് സംഘത്തിൽ നിന്ന് സംസാരിക്കുന്ന ജോസ് കെ മാണിയാണ്, ആനി രാജ പോലുമല്ല. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് BJP-ക്ക് ഹിറ്റ് ചെയ്താൽ ആയിട്ട് UDF-ലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ജോസ് കെ മാണി ഏത് ഗ്രൂപ്പിൽ ഏത് ഫ്രണ്ടിലായിരിക്കും എന്നുള്ളതാണ്. ജോസ് കെ മാണി ഇപ്പോൾ LDF തന്നെ തുടരണം എന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വളരെ ഹൈപ്പോത്തറ്റിക്കലാണെന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഒരു വോട്ടിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പം 1, 1, 2 എന്ന രീതിയിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇത് കൊടുക്കുന്ന ഒരു സൂചന. അതായത് ഒരു സാധാരണ ഒരു ക്രിസ്തുമത വിശ്വാസി വോട്ട് ചെയ്യുന്നു, എന്തിന് BJP-ക്ക് വോട്ട് ചെയ്യണം എന്നൊരു ചോദ്യം കൊണ്ട് വരുമല്ലോ. അപ്പോൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? അവർ ഈ മതപരിവർത്തന നിയമം കൊണ്ടുവന്നവരാണ്. ഇത്തരം നിയമങ്ങൾ മൊത്തം കൊണ്ടുവരുന്നു. എന്നിട്ടും BJP-യെ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് എന്നുള്ളത്. അവിടെയാണ് BJP-യുടെ സംഘപരിവാറിൻ്റെ മറ്റേ നറേറ്റീവ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തത്. അത് മുസ്ലിം വിരോധം എന്ന് പറയുന്നത്. പക്ഷേ ഈ മതപരിവർത്തനത്തിൽ അല്ലെങ്കിൽ ലവ് ജിഹാദിൽ, നാർക്കോട്ടിക് ജിഹാദ്, അങ്ങനെ ഇനി എന്തെങ്കിലും ജിഹാദ് ഉണ്ടോയെന്ന് അറിയില്ല, ലാൻഡ് ജിഹാദ്, അങ്ങനെ നേരത്തെ എന്തിൻ്റെയും ഒരു പ്രിഫിക്സായിട്ട് ജിഹാദ് ചേർക്കുക എന്നുള്ളത് അത് ആണ് ഈ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെക്കാൾ ഒരുപക്ഷെ ക്രിസ്തീയ വിശ്വാസികളുടെ മുസ്ലിം വിരോധം, അവരെ മനസ്സിലുണ്ടാക്കുന്ന മുസ്ലിം വിരോധം, അത് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട്
സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ വിജയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ എങ്ങനെ ചിലപ്പോൾ BJPക്ക് ഫോൾട്ടർ ഒരു പ്രോബ്ലം ഉണ്ടായാലും ഇതിനേക്കാൾ വലിയ അപകടമാണ് അപ്പുറത്തുള്ളത് എന്നുള്ള നെറേറ്റീവ് ഓൾറെഡി ഉണ്ടാക്കിയത് കൊണ്ട് ഈ പ്രശ്നം അത്ര രീതിയിൽ BJPയെ ബാധിക്കാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെറേറ്റീവ് എന്നുള്ളത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുഖ്യ പൊതുശത്രു എന്നുള്ളത് മുസ്ലിങ്ങളാണ് എന്നുള്ള ഒരു ബോധം സൃഷ്ടിച്ചത് കൊണ്ട് ഇപ്പോഴും അത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഒരു അറ്റാക്ക് നടന്നത് കൊണ്ട് അത് മാറില്ല, ഒരു സംഭവം മാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചിലപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മുനമ്പം ഭൂമി പ്രശ്നം അത് വഖഫാണ് എന്ന് രേഖപ്രകാരം ഉള്ളതാണ്. അതങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആളുകളെ സമരത്തിനിറക്കുന്നു. അത് കേന്ദ്ര സർക്കാർ നിയമം ഭേദഗതി ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പ്രചരിപ്പിക്കുന്നു. മന്ത്രി തന്നെ അവിടെ വന്ന് അത് പറയുന്നു. അതിനുശേഷം നിയമ ഭേദഗതി ഉണ്ടായി, ഇതൊക്കെ കഴിഞ്ഞു, ഇതൊന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്ന് വന്നിട്ട് പോലും ഈ സഭാ നേതൃത്വത്തിന് അതൊരു പ്രോബ്ലമായിട്ട് ഇല്ല. BJP ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചു എന്നുള്ളൊരു പരാതി അവർക്കില്ല. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിയമം ഭേദഗതി ചെയ്താൽ ഇത് പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് അവർ ഓപ്പണായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതൊരു പ്രോബ്ലമായിട്ട് ആ സഭാ നേതൃത്വത്തിനുണ്ടെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും പരിഹരിക്കപ്പെടും. ഈ കേക്ക് ഡിപ്ലോമസിയും അതുപോലെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സീറോ മലബാർ സഭയുടെ അധ്യക്ഷന്മാരുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. സീറോ മലബാർ സഭയുടെ അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ അലിഗേഷൻസ് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. കള്ളപ്പണ ഇടപാട് വരെയുള്ള അലിഗേഷൻസ് ഉണ്ട്, ഭൂമി ഇടപാടുകളെക്കുറിച്ചുള്ള അലിഗേഷൻസ്, പല അലിഗേഷൻസും ഉണ്ട്. അപ്പോൾ അവരുമായിട്ടാണ് സംസാരിക്കാൻ ആദ്യം തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ഇത് സെറ്റിൽ ചെയ്യുകയും ഇതേ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ BJPക്ക് തുടരാൻ പറ്റുകയും ചെയ്യും എന്ന് വിചാരിക്കണോ? ഇത് ഏത് തരത്തിലാണ് സെറ്റിൽ ചെയ്യുന്നതിനനുസരിച്ചാണ് സഭാ നേതൃത്വത്തിന് സഭയുടെ സമൂഹത്തോട് സംസാരിക്കാനുള്ള അവരുടെ ഒരു കപ്പാസിറ്റി നിർണ്ണയിക്കപ്പെടുന്നതിനനുസരിച്ചായിരിക്കും. ഇത് സഭാ സമൂഹത്തിന് തൃപ്തികരമായ വിധത്തിൽ സെറ്റിൽ ചെയ്യപ്പെട്ടാൽ മറ്റേ പശ്ചാത്തലം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. മുസ്ലിം വിരുദ്ധത അത് 1-2 ദിവസം കൊണ്ടോ മാസം കൊണ്ടോ ഉണ്ടായതല്ല, ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്തതാണ്. അതിന് 1-2 പ്ലേയേഴ്സും അല്ല ഉള്ളത്, എല്ലാവരും കൂടി അതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മുസ്ലിം വിരുദ്ധത എന്നത് ക്രൈസ്തവ സമൂഹത്തെ ഒന്നാകെ ഗ്രസിച്ചു എന്നാണ് സമീപകാലത്ത് ഉള്ള ഇതൊക്കെ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഒരു നല്ല വിഭാഗത്തെ മുസ്ലിം വിരുദ്ധത ബാധിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫാക്ട്സിൻ്റെയോ വസ്തുതകളുടെയോ പിന്തുണ ഒന്നും ആവശ്യമില്ല. ക്രൈസ്തവ സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. അത് പ്രധാനമായും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും ഒക്കെ ആയിട്ടുള്ള ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ ഭൂമി വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ വാങ്ങാൻ വരുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന മട്ടിലാണ്. അതെ അതെ അത് കാലങ്ങളായി കുറേ അധികം വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത പല ഘടകങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്റ്റാറ്റിസ്റ്റിക്സും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ അന്തരീക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നാഷണൽ പൊളിറ്റിക്സും ഗ്ലോബൽ പൊളിറ്റിക്സും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് പിന്നെ 2 ന്യൂനപക്ഷ സമൂഹങ്ങളാണ്. ഒന്ന് ചെറിയ പെർസെൻറ്റേജിൽ ചെറിയ വ്യത്യാസം ഉള്ള 2 ന്യൂനപക്ഷ സമൂഹം. കാലാകാലങ്ങളായി ചെറിയ വ്യത്യാസമാണ് മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും തമ്മിൽ ഉള്ളത്. ഈ 2 ന്യൂനപക്ഷ സമൂഹങ്ങളിൽ ഒന്ന് മറ്റൊന്നിനോട് കൊമ്പ് കോർക്കുക, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനോട് ഒരു ശത്രുതയിൽ നിർത്തുക എന്നൊരു സ്ട്രാറ്റജിയാണ് BJP എടുത്തത്. മറ്റ് പൊളിറ്റിക്കൽ പ്ലേയേഴ്സും അതേ സ്ട്രാറ്റജി തന്നെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ ഒരു വലിയ തോതിൽ മുസ്ലിം വിരുദ്ധത അതിൻ്റെ അടിത്തട്ടിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് സമീപകാലത്ത് പല വിദഗ്ധരും, പല രാഷ്ട്രീയ വിദഗ്ധരും, പല സാമൂഹ്യ ശാസ്ത്രജ്ഞരൊക്കെ അത് പറയുന്നുണ്ട്. അത് ഈ ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് മാത്രം അതിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകും എന്ന് പറയാൻ കഴിയില്ല. അതേസമയം മറ്റ് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൂടി ഉണ്ടാവുകയും തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഉള്ള രാഷ്ട്രീയമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ എല്ലാം കൂടിയായിരിക്കും ഇതിൻ്റെ നിർണ്ണയിക്കുക. എങ്കിൽ പോലും ക്രൈസ്തവ വോട്ട് ബാങ്കിനെ, അതിൻ്റെ ഒരു മാസിനെ പ്രധാനമായും ബാധിക്കുന്ന പ്രശ്നമായി അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാനുള്ളൊരു ടൂളായി എടുത്തുപയോഗിച്ചിരിക്കുന്ന മുസ്ലിം വിരുദ്ധത എന്നത് ഇതുകൊണ്ട് ഇതുകൊണ്ട് ഇല്ലാതായി പോകും എന്ന് കരുതുന്നത് അത് വളരെ കരുതലോട് കൂടി തന്നെ കാണേണ്ട മറ്റൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കും. ഇപ്പോൾ അവസാനമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മുസ്ലിം വിരുദ്ധതയെ വേറൊരു തരത്തിൽ
ഉപയോഗപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. മുമ്പത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അധികാരത്തിൻ്റെ സിംഹഭാഗവും ഈ വിഭാഗത്തിലാണ് എന്ന് പ്രചരിപ്പിക്കുകയും അതിൻ്റെ ബെനിഫിറ്റ് അപ്പുറത്തെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഹാഗിയ സോഫിയ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ടൂൾ അവിടെ കിടക്കുന്നുണ്ട്. ഈ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതും ഇത്തരത്തിൽ ഉപയോഗപ്പെടാനുള്ളൊരു സാധ്യതയുണ്ടോ? അതറിയില്ല. അതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ. എന്നിരുന്നാലും ഈ നേരത്തെ ചോദിച്ചത് ഇതിന് ആഡിങ് ഫ്യൂൽ ടു ദ ഫയർ എന്ന് പറഞ്ഞ പോലെ ഓൾറെഡി നിൽക്കുന്ന ഒരു 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 വളരെ മനുഷ്യത്വ വിരുദ്ധമായ ഒരു പ്രചരണം, അത് ഇവിടുത്തെ മെയിൻ സ്ട്രീം പാർട്ടികൾ തന്നെ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന് കിട്ടുന്ന ലെജിറ്റിമസി. അപ്പോൾ ഇതുവരെ പറഞ്ഞത് സംഘപരിവാർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇവരും പറയുമ്പോൾ അതിലുണ്ടാകുന്ന ലെജിറ്റിമസി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പറയുന്നത് ഒരു സംഭവം കൊണ്ട് ഇതൊന്നും ഇല്ലാതാവുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഛത്തീസ്ഗഡിലെ പ്രശ്നം കേരളത്തിലെ മറ്റ് 2 മുന്നണികൾക്ക് ഇതാണ് യഥാർത്ഥ RSS, ഇതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ സ്വഭാവമെന്ന് കേരളത്തിലെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ കൂടി ബോധ്യപ്പെടുത്താവുന്ന ഒരു സന്ദർഭമാണിത്. പക്ഷേ മുസ്ലിം വിരുദ്ധത എന്നത് വോട്ടിനെ ഡീവിയേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായി എല്ലാവരും കാണുന്നത് കൊണ്ട് അത് എത്രമാത്രം ഉപയോഗിക്കപ്പെടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ന്യൂനപക്ഷങ്ങളെ ഒന്നാകെ ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ റാലി റൗണ്ട് ചെയ്യാൻ ഇവർക്ക് പറ്റേണ്ടതാണ്, പക്ഷേ അത് പറ്റുന്നില്ല. അതാണ് ഈ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉപയോഗിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം. അതായിരുന്നു അത്. എങ്ങനെയാണ് ഇത് രാജ്യത്തിന് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫാബ്രിക്കിന് അപകടമാവുന്നത്? ഇതെങ്ങനെയാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ട് അത് ആ സമയത്തിന് തടയപ്പെടുന്നില്ല? ഒരു ചോദ്യം, വലിയ ചോദ്യമാണ്. ഇപ്പം UAPA വന്നപ്പോൾ എത്ര പേര് എതിർത്തു എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പയറ്റുന്ന ആളുകൾ ചെയ്യേണ്ടുന്നത് അത്തരത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ സംഘ ഐഡിയോളജി എന്നതൊക്കെ തുറന്നു കാട്ടാം. പക്ഷേ അങ്ങനെ കാട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഇമ്മീഡിയറ്റ് പൊളിറ്റിക്സ്, അടുത്ത തിരഞ്ഞെടുപ്പ്. അടുത്ത തിരഞ്ഞെടുപ്പ് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നേരെ മറിച്ച് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കോർ ഐഡിയോളജി അതെന്താണ്? അത് ഇമ്മീഡിയറ്റ്ലി ഭരണം പിടിക്കുക എന്നുള്ളതല്ലല്ലോ. അതിപ്പം അടുത്ത ഭരണമാണ്, തുടർ ഭരണമാണോ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് വോട്ടിനുള്ള സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. നേരെ മറിച്ച് ഇവിടെ കൊടുത്ത സിഗ്നൽ, ഞങ്ങൾ നേതാക്കന്മാർ അവിടെ പോകുന്നു, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു, ഇതാണ് യഥാർത്ഥ സംഘപരിവാർ ഐഡിയോളജി എന്ന് അവരെ എക്സ്പോസ് ചെയ്യുന്നു, അങ്ങനെ കിട്ടുന്നൊരു വോട്ടുണ്ടല്ലോ. അങ്ങനെ അത് ഒരു വോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് കിട്ടുന്നൊരു വോട്ടിന് പകരം ഒരു ഡിവിസീവ് പൊളിറ്റിക്സ് കളിച്ചിട്ട് കിട്ടുന്ന വോട്ടാണോ വേണ്ടത്, ഏതാണ് കൂടുതൽ എന്ന് ചിന്തിക്കഴിഞ്ഞാൽ അത് വളരെ അപകടകരമായ, നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ വളരെ ഒരു ഇപ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒരിക്കലും പൊളിറ്റിക്കൽ വോട്ട് ബാങ്കായിട്ട് അതിനെ കണക്കാക്കാറില്ല. ഇത്തരം സംഭവങ്ങൾ അതിനൊരു പൊളിറ്റിക്കൽ വോട്ട് ബാങ്കായി മാറ്റാനുള്ള ചെറിയ സാധ്യതകൾ, അവസരമാണ്. അത് ഉപയോഗിക്കാൻ ഈ 2 മുന്നണികൾക്കും സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അവിടെയാണ് ഈ നേരത്തെ രാജീവ് പറഞ്ഞ ഈ തൃശ്ശൂർ ഇലക്ഷൻ റിസൾട്ട് നോക്കുമ്പോൾ ഈ മണിപ്പൂർ സംഭവം യാതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല. മണിപ്പൂരിൽ ഏറ്റവും അല്ല, ഒരിടത്തും ബാധിച്ചില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പ്രശാന്ത് പറഞ്ഞ 3Ms അല്ലെങ്കിൽ 3Cs, ഇന്റേണൽ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നതിൽ രണ്ടാമത്തത് ക്രിസ്ത്യാനികളാണല്ലോ. പക്ഷേ സംഘപരിവാർ രാഷ്ട്രീയത്തെ നേരിടാനുള്ള എഫർട്ടിൽ ആ ഒരു പങ്കാളിത്തം ആ സഭാ നേതൃത്വത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടേ ഇല്ല. അതിൻ്റെ ഒരു ഫൈനൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രതിഫലനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. എന്തായാലും ഛത്തീസ്ഗഡിൽ 2 മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവിതർക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിലും വലിയ തോതിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അതിനെ ഒരു വിശാലമായ വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഈ കേരളത്തിലെ മുന്നണികൾ തയ്യാറാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതോ തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പ് നേട്ടത്തിനുള്ള ഉപകരണം മാത്രമായി ഇതിനെ മാറ്റുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് കേക്ക് ഡിപ്ലോമസി വഴി ഉണ്ടാക്കിയെടുത്ത നേട്ടം
അത് നിലനിർത്താൻ ബി ജെ പിക്ക് കഴിയുമോ? അങ്ങനെ കേരളത്തിലെ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ പാകത്തിലുള്ളൊരു നിലപാട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എടുക്കുമോ? ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.